സാധാരണ പൂൾ എല്ലാവരും ഡിസൈൻ ചെയ്യുന്നത് RCCയിൽ തന്നെയാണ്. കാരണം അത് സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടും ഒരു ക്വാളിറ്റി കൂടട്ടെ എന്ന് കരുതിയിട്ടുമാണ്. പക്ഷെ അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് നോർമലി എന്ത് ചെയ്യാറുണ്ട്, 5 to ഒരു 5 lakhിൻ്റെ റേഞ്ചിൽ അത് കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ ചെയ്യാൻ തന്നെ വരാറുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് ലാറ്ററൈറ്റ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 1 lakh കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഏരിയ ഉള്ള ഒരു പ്രൈവറ്റ് പൂള് നോർമലി നമുക്ക് 4 മീറ്റർ കൊടുത്തും ഒരു 8 മീറ്റർ നീളം ആവശ്യമുള്ളൂ പ്രൈവറ്റ് പൂള്. അപ്പോൾ അത് ചെയ്യാൻ ശരിക്കും ലാറ്ററൈറ്റ് കൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു 1 lakhിൻ്റെ ചോട എന്ത് ചെയ്യാൻ പറ്റും, ഷേപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വെള്ളം ഒരു 1.20 ഡെപ്തിലല്ലേ കീപ്പ് ചെയ്യണുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അതിന് വലിയ വാട്ടർ പ്രഷറൊന്നും ആക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ല. അപ്പോൾ ലാറ്ററൈറ്റിൽ ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്താൽ വാട്ടർ പ്രൂഫ് എന്തായാലും RCCയിലാണെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു റബ്ബർ കണ്ടൻറ്റ് ഉള്ള വാട്ടർ പ്രൂഫ് എടുക്കാൻ നോക്കുക. കാരണം ചെറിയൊരു ക്രാക്കൊക്കെ വന്നു കഴിഞ്ഞാലും കുറച്ച് ലാസ്റ്റിങ് കിട്ടുന്ന വാട്ടർ പ്രൂഫ് ആക്കാൻ നോക്കുക. ആണെങ്കിൽ ശരിക്കും ഈ രീതി ചെയ്യുകയാണെങ്കിൽ ബഡ്ജറ്റ് ചുരുക്കാൻ പറ്റും. RCC ചെയ്താൽ ബെറ്ററാണ്, കോസ്റ്റ് എഫക്റ്റ് ആക്കാനാണ് നമ്മൾ ഇതിൽ ചെയ്യണത്. ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് ഇതാ അങ്ങനെ ചെയ്യുന്നു. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല. നോർമലി നല്ല മണ്ണ് സെറ്റിലാവാത്ത ഏരിയ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ഇത് തന്നെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യുക, ഈ 1.20 വെള്ളം, അതായത് 4 feet വെള്ളം എന്ത് ചെയ്യുള്ളൂ ഇതിൽ നോർമലി ഉണ്ടാവുള്ളൂ. ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് ഗ്രാവിറ്റി പ്രഷർ എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. 5 lakh ഉള്ളിടത്ത് ഇവിടെ ഒരു 1 lakh കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൂളിൻ്റെ സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ പ്ലാസ്റ്ററിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ചെയ്യുന്നുണ്ട്, വാട്ടർ പ്രൂഫിങ്ങും ചെയ്യുന്നുണ്ട്. സ്ട്രക്ചറിൽ ഔട്ട്പുട്ടിലൊക്കെ കാണാനൊക്കെ ഒരേ മാതിരി ആയിരിക്കും. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ആക്ച്വലി. കാരണം 4 feet പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എൻ്റെ പഴയ തറവാട്ടിലൊക്കെ എന്തുണ്ട്, ഒരു 1.5 meter ഹൈറ്റിൽ വരെ എന്താണ് പണ്ടൊക്കെ കാണല് കല്ലുകൊണ്ട് കെട്ടിയ ടാങ്കും അത് തേച്ച് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം നിർത്തല്ലേ. ഇപ്പോഴാണല്ലോ ടാങ്കുകളൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പോൾ നോർമലി 1.20 ആണ് എല്ലാ സ്വിമ്മിംഗ് പൂളും ഉണ്ടാവുക. ഇനി ഹൈറ്റ് കൂടിയ ഏരിയ ആണെങ്കിൽ 1.5 meter മാക്സിമം അതെത്തുള്ളൂ. അപ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ.